ഇസ്രായേലിന്റെ ചാരശൃംഖല തകർന്നു. രാജ്യരഹസ്യങ്ങൾ പുറത്തു ചാടിയതിലുള്ള ഞെട്ടലിലാണ് ഇപ്പോൾ രാജ്യം എന്ന വിവരമാണ് ഇസ്രായേലിന് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ട് തരത്തിൽ ചാരവിഭാഗങ്ങൾ ഇസ്രായേലിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രണ്ട് മേഖലയിലും അവരുടെ രഹസ്യങ്ങൾ അങ്ങനെ തന്നെ അപ്പാടെ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് ഇറാനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിന്റെ ചാരസംഘം. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് ശേഷം രണ്ട് രാജ്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത് തങ്ങളുടെ രാജ്യ രഹസ്യങ്ങൾ ചോർന്നു പോയ മാർഗങ്ങളും വഴികളും ഏതാണ് എന്ന തരത്തിലാണ്. അതിന് ശക്തമായിരിക്കുന്ന നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇറാനിലാണ്. ഇറാനിൽ ആ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പലതും ചോർന്നുകൊണ്ട് ഇസ്രായേൽ എത്തിയിരിക്കുന്നു. അതിന് പിന്നാമ്പുറം പ്രവർത്തിച്ചത് ഇസ്രായേലിന്റെ മൊസാദ് അടക്കമുള്ള ചാരസംഘമാണ്. അതിൽ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ആ രാജ്യത്തിലുള്ള പൗരന്മാർ നൽകിയിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തി 500-ലധികം ആളുകളെ പിടിക്കപ്പെട്ടു. ഏകദേശം 1 ഡസനിലധികം ആളുകളെ തൂക്കിലേറ്റി കൊലപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണം ഇറാനിൽ നടക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യ മേഖലയുടെ വിവരങ്ങൾ പോലും ഇസ്രായേൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള പൗരന്മാർ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ജൂത വിഭാഗമായിരിക്കണം ചോർത്തിക്കൊടുത്തത് എന്ന നിഗമനത്തിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിച്ചതോടുകൂടി കഴിഞ്ഞ മാസം 25-ാം തീയതി യുദ്ധം അവസാനിച്ചതോടെ ഒരു പ്രത്യേകമായിരിക്കുന്ന രഹസ്യ സംഘത്തെ ഇറാൻ നിയമിക്കുന്നു. ഇറാൻ നിയമിച്ചതിന് അനുസരിച്ച് അന്വേഷണം നടത്തുന്നു. 500-ലധികം ആളുകളെ ആദ്യഘട്ടത്തിൽ തന്നെ പിടിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ടവരെ വിട്ടുതരണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. അവരെ മൃതദേഹം പോലും വിട്ടു നൽകില്ലെന്ന് ഇറാൻ അതിന് മറുപടി പറയുന്നു. ആ രീതിയിൽ അവരുമായിട്ടുള്ള നയതന്ത്ര രീതി കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനപ്പുറമായ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇസ്രായേലിന്റെ അകത്ത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ അകത്ത് ആരുണ്ട്? ഇറാന്റെ ചാരസംഘമുണ്ട്. അവരുടെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയുടെ രഹസ്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോർത്തിക്കൊടുത്തത് അവരാണ്. മാത്രവുമല്ല, വളരെ വലിയ നിയന്ത്രണങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 13-ാം തീയതി ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തോടനുബന്ധിച്ച് വലിയ നിയന്ത്രണങ്ങൾ രാജ്യത്തിനകത്തുള്ള മാധ്യമങ്ങൾക്കും മീഡിയകൾക്കും സോഷ്യൽ മീഡിയകൾക്കും നൽകിയിരുന്നു ഇസ്രായേൽ സർക്കാർ. എന്നാലും അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന ആക്രമണങ്ങളെല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ അത് മീഡിയയിലൂടെയും പ്രചരിച്ച് ലോകം മുഴുവൻ കാണുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ലോകം ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത ഭീമമായിരിക്കുന്ന ഒരു ആക്രമണ രീതിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മർമ്മപ്രധാനമായിരിക്കുന്ന ചില രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അന്വേഷിച്ചപ്പോൾ ഇസ്രായേലിൽ തന്നെയുള്ള സൈനിക വിഭാഗത്തിൽപ്പെട്ടവർ പോലും ഇറാന് വേണ്ടിയിട്ട് ഈ പണി എടുത്തിട്ടുണ്ട്. അവർ ഫോട്ടോകളും വീഡിയോകളും ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇറാന് വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ ഇറാന് നൽകുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചത്. ചില അറസ്റ്റ് കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള വിവരം വരുന്നു. അപ്പോൾ രണ്ട് മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നഷ്ടമാണ് പറയുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ അകത്തുള്ള ഇറാന്റെ ചാരസംഘത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊസാദ് പ്രവർത്തിക്കുന്ന ആ രാജ്യത്തിന്റെ അകത്ത് സാധിച്ചിട്ടില്ല എന്നുള്ള പോരായ്മ. അപ്പൊ ഏതെങ്കിലും മേഖലയിലൊക്കെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊക്കെ ഇപ്പോഴും അജ്ഞാതമാണ്. ഏത് തരത്തിലാണ് വിവരങ്ങൾ കൊടുത്തത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. ഇപ്പൊ പറയുന്ന കാര്യം, മരുഭൂമിയുടെ പ്രദേശത്ത് പോലും രഹസ്യമായി നിർമ്മിക്കപ്പെട്ട സൈനിക താവളത്തിന്റെ സുരക്ഷാ മേഖലയിലേക്ക് പോലും യമൻ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ മേഖലയുടെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒഴിഞ്ഞ പ്രദേശത്താണ് അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തെരച്ചിൽ നടത്തിയിരുന്നു ഇറാൻ. എന്ന് വെച്ചാൽ ആദ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എല്ലാം ഫസ്റ്റത്തെ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് 40-ലധികം മിസൈലുകൾ ഒഴിഞ്ഞിരിക്കുന്ന മരുഭൂമിയിലാണ് വീണ് പൊട്ടിയത്. ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകം മുഴുവൻ ചോദിച്ചിട്ടുണ്ട് എന്തൊരു മണ്ടത്തരമാണ് ഇറാൻ ചെയ്തത്, ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ബോംബിട്ട് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്നൊക്കെ ആണ് അന്ന് പറഞ്ഞത്. ഏറെക്കുറെ ഇറാനും ഇസ്രായേലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് അവർ അന്വേഷണം നടത്തിയത്. എന്തിനാണ് ഇറാൻ അങ്ങനെ ഒരു പൊട്ടത്തരൊന്നും അവർ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ തിരയുകയായിരുന്നു. ഈ പ്രദേശത്ത് ഇസ്രായേലിന്റെ ആണവ കേന്ദ്ര കാര്യങ്ങളുണ്ട് എന്ന രഹസ്യം അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇട്ടുകയായിട്ട് പൊട്ടിച്ച് നോക്കിയതാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ആ ഏരിയയിൽ ഏതായാലും ആണവ കേന്ദ്രം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ പറയുന്ന കാര്യം, ഇറാനിലുള്ള ഇസ്രായേലിന്റെ ചാരസംഘത്തെ ഇറാൻ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു. ഇസ്രായേൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ ചാരസംഘത്തെ പിടികൂടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ
സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ സർവ്വ മേഖലയും ചോർന്നു പോവുകയും അത് ശത്രുവായിരിക്കുന്ന ഇറാന് കിട്ടുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോക്സി വിഭാഗത്തിന് ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രോക്സി വിഭാഗത്തിൻ്റെ കൈവശത്തിലേക്ക് ഈ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവരത് അറിയുകയും ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ലെബനാനിൽ നിന്നും യമനിൽ നിന്നും ഫലസ്തീനിൽ നിന്നൊക്കെ അക്രമം ഉണ്ടായിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നിടത്തേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പോംവഴികൾ എന്ന് പറഞ്ഞാൽ രഹസ്യ സംവിധാനവും രഹസ്യ സംഘത്തെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്രായേലും വേണ്ടത്ര രീതിയിൽ അതായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യം വലിയൊരു ആഭ്യന്തര പ്രശ്നത്തിലാണ്. സൈനികരുടെ കുറവ് കാരണത്താൽ യുദ്ധമുഖത്ത് തന്നെ ആളുകൾ കുറവുള്ളൊരു വിഷയങ്ങളുണ്ട്. സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളാണ്. ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. മറ്റൊരു രാജ്യം അവരോട് സഹകരിക്കുന്നില്ല. ഈ ഭാഗത്തേക്ക് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കപ്പലിനെ എല്ലാം പ്രതിരോധിക്കുന്നു, ആക്രമിക്കുന്നു, തകർക്കുന്നു, കടലിൽ താഴ്ത്തുന്നു. അതുകൊണ്ട് കപ്പൽ കമ്പനികൾ ധൈര്യപ്പെട്ട് ഇസ്രായേലിലേക്ക് വരുന്നില്ല. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഒരു കാലത്ത് ഇസ്രായേലിന് അറിയപ്പെട്ടത്. ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലിനെയോ വ്യക്തിയെയോ സംഘത്തെയോ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തതിന് തുല്യമായിട്ടൊക്കെ കാണുന്നു. ഇപ്പോൾ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിക്കാത്തതും ഈ മറ്റുള്ള രാജ്യങ്ങൾ ഏറ്റെടുക്കാത്തതുമായിരിക്കുന്ന ആയുധങ്ങളുടെ പരീക്ഷണ ഭൂമിയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. അതാണ് ഇറാൻ പറഞ്ഞത്. അവരുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട അയൺ ഡോമിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തകർക്കാൻ വേണ്ടി തങ്ങളുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട ഉപയോഗശൂന്യമായിരിക്കുന്ന മിസൈലുകളും മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കാത്ത മിസൈലുമാണ് പരീക്ഷ നടത്തിയത്. അത് ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്, വലിയ പ്രയാസത്തിലാണ്. കാര്യമെന്ന് പറയുന്നത് അവിടെ സുരക്ഷാ മതിലുകളും അവരുടെ ഭിത്തികളെല്ലാം തകർന്നിരിക്കുന്നു. ചാരശൃംഖല തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ലോകരാജ്യങ്ങൾക്കിടയിലൊക്കെയാണ് ഇസ്രായേൽ പ്രവർത്തിക്കാറുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ വിഭാഗത്തിൻ്റെ സംവിധാനം തകർന്നുകൊണ്ട് അവരുടെ രഹസ്യങ്ങളിലൊക്കെ ചോർന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് മൊസാദിൻ്റെ താവളത്തിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഇറാൻ സാധിച്ചത്. അന്ന് തന്നെ അവർക്ക് സംശയമുണ്ട്, ഈ രാജ്യത്തുള്ള ആരെങ്കിലും ഇറാന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്നു എന്നൊരു സംശയം ഇസ്രായേൽ ഉണ്ടായിരുന്നു. കൃത്യമായ രീതിയിലാണ് മൊസാദിൻ്റെ സൈനിക താവളത്തിന് നേരെ, സൈനിക മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഏകദേശം 12 നില ബിൽഡിങ്ങിൻ്റെ മധ്യത്തിലാണ് സ്ഫോടനം നടത്തി. അവിടെ അവരുടെ മൊസാദിൻ്റെ മേധാവി ആ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടു. അയാൾ കൊല്ലപ്പെട്ട് മാത്രമാണ് റിപ്പോർട്ടായിട്ട് വന്നത്. വലിയ രീതിയിലുള്ള മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ബിൽഡിംഗ് തകർന്നുകൊണ്ട് തൂങ്ങിപ്പോയിരിക്കുന്ന റിപ്പോർട്ടാണ് പിന്നെ വന്നത്. ആ സമയത്ത് തന്നെ ലൈവായിരിക്കുന്ന രീതിയിൽ ഇത് ലോകവ്യാപകമായിട്ട് പ്രചരിച്ചു. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് സൈനികരിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ മൊസാദ് എന്ന് പറയുന്ന സംഘത്തിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ പോലും ചോർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ അവരിപ്പോൾ പ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെതിരെ. ഒന്ന്, അവരുടെ ഈ സൈനിക സംഘത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇസ്രായേലിൻ്റെ ചാരസംഘമായിട്ട് പ്രവർത്തിക്കപ്പെടുന്നത് ആരെങ്കിലും ഉണ്ടോ, ഒറ്റ കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രഹസ്യ നിരീക്ഷണത്തിൽ പല ഉന്നതരെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ആളുകളൊക്കെ നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കി വിട്ടിട്ടുണ്ട്. പല ആളുകൾക്ക് പിടിക്കപ്പെട്ടതിൽ ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് പല രീതിയിലും കണക്ഷൻ ഉള്ളവരാണ് പിടിക്കപ്പെട്ടത്. അത് ചിലതൊക്കെ പുറത്ത് പറഞ്ഞിട്ടും ചിലത് പുറത്ത് പറയാതെ പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമാക്കിയിട്ട് അവർക്ക് വധശിക്ഷ നൽകുന്നു എന്നുള്ളതാണ്. അത് വിചാരണ ഇല്ലാത്ത രീതിയിൽ വധശിക്ഷ നൽകുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിലുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് ഇറാൻ അതിന് മറുപടി നൽകുന്നു. ഇവിടെ വളരെ കൃത്യമായ രീതിയിൽ ചാരന്മാരെ പിടികൂടുന്ന എല്ലാ സംവിധാനം ഒരുക്കുന്നുണ്ട്. അതിൽ ഇറാൻ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, അവരുടെ സുപ്രീം ലീഡർ ആയിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി അവർ താമസിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം തങ്ങൾക്കറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് നിസ്സാരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അമേരിക്കയുടെ ചാരസംഘം ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരെ കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവരിലൂടെയാണ് അത് ചോർന്നു പോകുന്നത്. അങ്ങനെയാണ് അമേരിക്ക കിട്ടുന്നത്. അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കുമെന്നും അവരുടെ കാര്യത്തിലാണ് ജീവിക്കുന്നത് എന്നും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് മാത്രമാണ്. യുദ്ധങ്ങൾ ഉണ്ടാവുകയും പോരാട്ടങ്ങൾ ഉണ്ടാവുകയും ഒരുപക്ഷെ ഭരണാധികാരി കൊല്ലപ്പെടുകയും പിടികൂടുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം. എന്നാൽ വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ രഹസ്യമായിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് അമേരിക്കക്ക് അറിയണം, അമേരിക്കക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇവർ വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ വെച്ചത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടു കൂടി
ഈ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഇസ്രായേൽ സർക്കാർ ആ രാജ്യത്തിലെ ജനങ്ങളോട് സംവിധാനത്തോട് പറഞ്ഞ കാര്യം, ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യവും ചോർത്തി കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വിടാൻ വേണ്ടി പാടില്ല. കർക്കശമായ നിർദ്ദേശമാണ് എന്ന് മാത്രമല്ല, അത് രാജ്യദ്രോഹ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിക്കുന്നു എന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും, മീഡിയക്ക് ബാധകമാണ്, പത്രക്കാർക്ക് ബാധകമാണ്, സോഷ്യൽ മീഡിയക്ക് ബാധകമാണ്, വ്യക്തികൾക്ക് ബാധകമാണ്. അവർ ചിത്രമെടുത്ത് അവർ പേഴ്സണലായ രീതിയിൽ അവർക്ക് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന രീതി പോലും ചെയ്യരുത് എന്നുള്ളതാണ്. അതെല്ലാം നടന്നു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ലൈവായിരിക്കുന്ന രീതിയിലാണ് ഇവിടെ അക്രമ രീതികളൊക്കെ ലോകത്ത് കണ്ടത് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇത് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, ഈ വിഷയത്തിൽ എങ്ങനെയാണ് തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ അഭിമാനം വീണ്ടെടുക്കാൻ പറ്റുക എന്നുള്ള പ്രയാസകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഇസ്രായേൽ സംജാതമായിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.